ഹലോ. അപ്പോൾ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ്റെ പാർട്ട് 2 ആണ്. ഓക്കെ, അപ്പോൾ ഇത് ആര് കാണണം, എന്തിന് കാണണം, എങ്ങനെ കാണണം എന്നുള്ള കൂടുതൽ കാര്യമൊന്നും ഞാൻ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഫസ്റ്റ് പാർട്ടിൽ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ കണ്ടാൽ മതി. ഫസ്റ്റ് പാർട്ട് കണ്ടവർക്ക് സെക്കൻഡ് പാർട്ടിലോട്ട് സ്വാഗതം. നമ്മൾ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ ജസ്റ്റ് ആ കോൺസെപ്റ്റ് പറഞ്ഞു വെച്ചു. പതുക്കെ നമ്മുടെ ടെമ്പോയിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി പതുക്കെ നമ്മൾ സ്പീഡ് കൂട്ടും. ഓക്കെ, അപ്പോൾ സമയമൊന്നും വേസ്റ്റ് ചെയ്യാതെ എല്ലാവരും പെന്നും പേപ്പറൊക്കെ എടുത്ത് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനായിട്ട് റെഡി ആയിരുന്നോളുക, കൂടെ ഇരിക്കുക. ഓക്കെ, ക്വസ്റ്റ്യനിലോട്ട് വരാം. ദാ ക്വസ്റ്റ്യൻ: ദ സാലറീസ് ഓഫ് എ, ബി ആൻഡ് സി ആർ ഇൻ റേഷ്യോ ഓഫ് 3/2 6/5 4/3. ഫ്രാക്ഷൻസിനകത്താണ്. The salary of A and B together is rupees 40,500. By what percentage is the salary of A more than that of C? ഓക്കെ, അപ്പോൾ പോസ് ചെയ്തിട്ട് എല്ലാവരും നല്ലോണം ശ്രദ്ധയോടുകൂടെ ചോദ്യം ഒന്ന് വായിക്കുക. വായിച്ചല്ലോ? ഓക്കെ, അപ്പോൾ പറഞ്ഞിരിക്കുന്നത് എ, ബി, സി ഇങ്ങനെ 3 ആൾക്കാരുണ്ട്. ഇവരുടെ സാലറിയുടെ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3/2 6/5 4/3 എന്ന റേഷ്യോയിലാണ്. അത് മാത്രമല്ല, സാലറി ഓഫ് എ ആൻഡ് ബി ടുഗദർ ഈസ് 40,500. അതായത് എയുടെയും ബിയുടെയും സാലറി രണ്ടും കൂടെ കൂടിയത് 40,500 രൂപ ഉണ്ട്. ശരി, കുറവാ ഇന്നത്തെ കാലത്ത്. എന്താണെങ്കിലും ബൈ വാട്ട് പെർസെൻറ്റേജ് ഈസ് ദ സാലറി ഓഫ് എ മോർ ദാൻ ദാറ്റ് ഓഫ് സി. അതായത് ഇത്രേ ഉള്ളൂ. ബൈ വാട്ട് പെർസെൻറ്റേജ് ഈസ് ദ സാലറി ഓഫ് എ മോർ ദാൻ ദാറ്റ് ഓഫ് സി എന്ന് ചോദിച്ചാൽ, സിക്ക് ഒരു ശമ്പളം ഉണ്ടല്ലോ, ആ ശമ്പളത്തിൻ്റെ എത്ര ശതമാനം കൂടുതലാണ് എയുടെ എന്ന്. അത് ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം സിയുടെ ശമ്പളം ഒരു 60, എയുടെ ശമ്പളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, എയുടെ ശമ്പളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വയ്ക്കാം, ഒരു 75 വിചാരിക്കുക. അപ്പോൾ സിയുടെ ശമ്പളം 60, എയുടെ ശമ്പളം 75. അപ്പോൾ ബൈ വാട്ട് പെർസെൻറ്റേജ് ഓഫ് എ സാലറി ഈസ് മോർ ദാൻ സി എന്ന് പറഞ്ഞാൽ സിയുടെ ശമ്പളത്തിനേക്കാൾ എത്ര പെർസെൻറ്റേജ് കൂടുതലാണ്. കാരണം സിയുടെ ശമ്പളം 60, എയുടെ ശമ്പളം 75 എന്താ 15 രൂപയല്ലേ കൂടുതൽ. അപ്പോൾ 15 എന്ന് പറഞ്ഞാൽ അത് കൂടിയത് 60-ൻ്റെ എത്ര ശതമാനം എന്നാണ് ചോദിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ആ ചോദ്യം ആർക്കെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഞാൻ ആ ലാംഗ്വേജ് അവിടെ പറഞ്ഞത്. ഓക്കെ, അതിലോട്ട് നമുക്ക് കിടക്കാം. അതിനു മുമ്പ് വേറൊരു കാര്യം, നമുക്ക് ഈ റേഷ്യോ പഠിക്കുമ്പോഴേ ഇങ്ങനെ ഈ ഫ്രാക്ഷനായിട്ട് കാണുന്നത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പറ്റൂല. നേരെ എന്താ സ്ട്രെയിറ്റ് ഫോർവേഡ് വർത്താനം അവർ പറയാത്ത എന്താ എന്ന് നമ്മൾ വിചാരിക്കും അല്ലേ? അപ്പോൾ നമുക്കിത് എന്ത് ചെയ്യണം? സ്ട്രെയിറ്റ് ഫോർവേഡ് ആക്കണം. സ്ട്രെയിറ്റ് ഫോർവേഡ് ആക്കാനായിട്ട് നമുക്ക് ഈ താഴെയുള്ള സുഹൃത്തുക്കളില്ലേ, താഴെയുള്ള സുഹൃത്തുക്കളുടെ LCM, ലസാഗു, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എടുക്കണം. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ നമുക്ക് എടുക്കണം. അതെടുക്കുന്നത് എങ്ങനെയാണ്? 2ഉം 5ഉം 3ഉം പ്രൈം നമ്പർ അല്ലേ? അപ്പോൾ പിന്നെ നമ്മൾ അതിനെ പിന്നെയും പ്രൈമായിട്ട് തിരിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പോൾ എന്താ LCM? 2 × 5 10, 10 × 3 30. 30 എന്ത്? LCM. 30 LCM. അപ്പോൾ എന്താ, ഈ 30 കൊണ്ട് ഇതിനെ എല്ലാത്തിനും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാം. 30 കൊണ്ട് എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാം. അപ്പോൾ 30 ഇൻറ്റു എന്താ, ഫസ്റ്റ് എന്താ 3/2 ഈസ്റ്റ് 30 ഇൻറ്റു 6/5 ഈസ്റ്റ് 30 ഇൻറ്റു 4/3. പിന്നെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ ബേസിക് ആയിട്ടുള്ള ആൾക്കാർക്കുള്ള ഏറ്റവും ബേസിക് എന്നുള്ളതായതുകൊണ്ടാണ് ഇങ്ങനെ പതുക്കെ എല്ലാം എഴുതി പറയുന്നത്. നമ്മൾ അഡ്വാൻസ്ഡ് ലെവലിൽ എങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനൊരു ഷോർട്ട് ഇട്ടിട്ടുണ്ട്. ഒരു മിക്സർ ആൻഡ് അലിഗേഷൻ്റെ ഡൗട്ട് ഒരു പുള്ളി ചോദിച്ചതിൻ്റെ അകത്ത്, നമ്മുടെ ഒരു സുഹൃത്ത് ചോദിച്ചതിനകത്ത് ഞാൻ അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തൊരു ഷോർട്ട് ഇട്ടിട്ടുണ്ട്. നമ്മൾ ശരിക്കും അങ്ങനെയാണ് ആ സ്പീഡിലാണ് പോവുക. ഇതിപ്പോൾ നിങ്ങൾ ബേസിക് ആയിട്ട് പഠിക്കുന്ന ആൾക്കാരായതുകൊണ്ടാണ് ഞാനിങ്ങനെ എഴുതി പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ എന്താ 30 കൊണ്ട് നമ്മൾ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. എന്ത് ചെയ്തു? അപ്പോൾ ഇത്രയും നിങ്ങൾ ഓർത്താൽ മതി. ഇതുപോലെ നിങ്ങൾക്ക് ഫ്രാക്ഷനായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഡിനോമിനേറ്റർ, താഴെയുള്ള ഡിനോമിനേറ്ററിൻ്റെ മലയാളം എനിക്കറിയില്ല, താഴെയുള്ള സംഖ്യയുടെ എന്താ LCM
അതിൻ്റെ ലസാഗു എന്നാണ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. LCM എടുത്തിട്ട് താഴെയുള്ള 3 സംഖ്യയുടെ LCM എടുത്തിട്ട് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഓർത്തല്ലോ. അപ്പോൾ നമ്മൾ LCM എടുത്തു 2 × 5 10, 10 × 3 30, എന്നിട്ട് ആ 30 കൊണ്ട് നമ്മൾ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 30 × 3 / 2, 30 × 6 / 5, 30 × 4 / 3. അപ്പോൾ എന്താ വെട്ടുന്നു. ഇവിടെ എന്താ 30നെ 2 കൊണ്ട് ഹരിച്ചാൽ 15, 30നെ 5 കൊണ്ട് ഹരിച്ചാൽ 6, 30നെ 3 കൊണ്ട് ഹരിച്ചാൽ 10. ഓക്കെ, അപ്പോൾ എന്തായി 15 × 3 എന്താ 45 അല്ലേ? 15 3 പ്രാവശ്യം കൂടുമ്പോൾ 45 അല്ലേ? 6 × 6 36. ഇതെന്താ 10 × 4 40. അപ്പോൾ എന്താ കണ്ടോ? അപ്പോൾ ദേ റേഷ്യോ കിട്ടി. എയുടെയും ബിയുടെയും സിയുടെയും സാലറിയുടെ റേഷ്യോ നമുക്ക് കിട്ടി 45:36:40 അല്ലേ? അപ്പോൾ ഇത് വായിക്കാമല്ലോ ബാക്കി. അപ്പോൾ 45:36:40 എന്ന് പറഞ്ഞ റേഷ്യോയിലാണ് എയുടെയും ബിയുടെയും സിയുടെയും സാലറി. പിന്നെ പറഞ്ഞിട്ടുണ്ട് എന്താ എയുടെയും ബിയുടെയും കൂടെ ഒരുമിച്ചുള്ള സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40,500 അല്ലേ? അതായത് എന്താ ഇവിടെ എയുടെയും ബിയുടെയും സാലറി ഒരുമിച്ച് വന്ന എന്താ 45 36 എത്ര വന്നു 81 അല്ലേ? അപ്പോൾ 81 എന്ന് റേഷ്യോയിൽ പറയുന്നത് ശരിക്കും 40,500 81 റേഷ്യോയിൽ പറയുന്നത് ശരിക്കും 40,500. ആക്ച്വലി ഇങ്ങനെ വരുമ്പോൾ നമ്മൾ 81 എന്ന് പറഞ്ഞാൽ 40,500. അതുകൊണ്ട് 1 എന്ന് പറഞ്ഞാൽ 40,500 81 എന്നൊക്കെ പറഞ്ഞ് എടുക്കുന്നൊരു രീതിയുണ്ട്. അത് നമുക്ക് ഇവിടെ ആക്ച്വലി ആവശ്യമില്ല. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. കാരണം എന്താ അറിയോ? നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. എയുടെയും ബിയുടെയും സിയുടെ റേഷ്യോ ഇങ്ങനെയല്ലേ? ചോദിച്ചിരിക്കുന്നത് എന്താ ചോദിച്ചിരിക്കുന്നത്? ബൈ വാട്ട് പെർസെൻറ്റേജ് ഈസ് ദ സാലറി ഓഫ് എ മോർ ദാൻ ദാറ്റ് ദ സാലറി ഓഫ് ബി, സാലറി ഓഫ് സി. സിയുടെ സാലറിയെക്കാട്ടും എത്ര ശതമാനം കൂടുതലാണ് എയുടെ സാലറി? സിയുടെ സാലറി എന്താ 40, എയുടെ സാലറി എന്താ 45 അല്ലേ? സിയുടെ സാലറി 40, എയുടെ സാലറി 45. നമ്മൾ റേഷ്യോ ഒക്കെ എടുത്തില്ലേ? ഇത് എത്രയാണ് കൂടുതൽ? 5 കൂടുതൽ. അതായത് സിയുടെ സാലറിയെക്കാട്ടും 5 രൂപ കൂടുതലാണ്. ആ 5 രൂപയെന്ന് പറഞ്ഞാൽ സിയുടെ സാലറിയുടെ കണ്ടോ എത്ര ശതമാനമാണ്? പരിപാടി കഴിഞ്ഞു. ആ 5 എന്ന് പറഞ്ഞാൽ സിയുടെ സാലറിയുടെ എത്ര ശതമാനമാണ്? അത് 5/40 × 100 എന്നല്ലേ നമ്മൾ ചെയ്യുന്നത്. 40ൻ്റെ 5% നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെ 40 × 5/100 ഇട്ടിട്ടല്ലേ? അപ്പോൾ 5 എന്ന് പറഞ്ഞാൽ 40ൻ്റെ എത്ര ശതമാനം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇങ്ങനെ കണ്ടുപിടിക്കും. 40 നിങ്ങൾ എഴുതി പഠിക്കുമ്പോൾ അങ്ങനെ തന്നെ പറഞ്ഞ് പഠിക്കണം കേട്ടോ. അങ്ങനെ തന്നെ പറഞ്ഞ് എഴുതി പഠിക്കുമ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് ഇത് തമ്മിലുള്ള ആർക്കെങ്കിലും ഇപ്പോൾ മാത്സിലൊക്കെ ഒരുപാട് വീക്കായിട്ടുള്ളവർക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞത്. ഇപ്പോൾ 40ൻ്റെ 5% നിങ്ങളോട് ചോദിക്കുമ്പോൾ 40ൻ്റെ 5% എന്ന് നിങ്ങൾ ചിന്തിക്കണം. 40ൻ്റെ 5%. 5 എന്ന് പറഞ്ഞാൽ 40ൻ്റെ എത്ര ശതമാനം എന്ന് പറയുമ്പോൾ നിങ്ങളിത് 5 എന്ന് പറഞ്ഞാൽ 40ൻ്റെ എത്ര ശതമാനം കണ്ടോ? പറയുമ്പോൾ ശതമാനം, ശതം എന്ന് പറഞ്ഞാൽ എന്താ 100. പറയുമ്പോൾ ശതമാനം വരുന്നത് എവിടെയാ? 40ൻ്റെ 5% എത്ര? 40ൽ 5 എത്ര ശതമാനം? അല്ലെങ്കിൽ 5 എന്ന് പറഞ്ഞാൽ 40ൻ്റെ എത്ര ശതമാനം? കണ്ടോ? ശതമാനം എന്ന് പറയുമ്പോൾ എൻ്റെ കൈ എവിടെയാ? 100ൽ തന്നെയല്ലേ വന്ന് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ല. അപ്പോൾ 5 എന്ന് പറഞ്ഞാൽ 40ൻ്റെ എത്ര ശതമാനം? എന്താ 50/4. എളുപ്പമല്ലേ? 50നെ 4 ഭാഗമാക്കണം. 50നെ 2 ഭാഗമാക്കി എന്താ 25. അപ്പോൾ 50നെ 4 ഭാഗമാക്കി എന്താ 25ൻ്റെയും പകുതിയല്ലേ? 25ൻ്റെ പകുതി എന്താ 12.5. 12.5. കാരണം എന്താ 12 എന്ന് പറഞ്ഞാൽ 24ൻ്റെ പകുതി. 12.5 25ൻ്റെ പകുതി. അപ്പോൾ 12.5%. ഉത്തരത്തിലുണ്ടോ ഓപ്ഷൻ ഡി. മനസ്സിലായല്ലോ? ഇത്രയേ ഉള്ളൂ കാര്യം. എനിക്ക് മാക്സിമം പതുക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിൽ പോവാം. ഓക്കെ, ഈ ചോദ്യം നോക്ക്. ദ റേഷ്യോ ഓഫ് എ ഫാദേഴ്സ് ഏജ് ടു ഹിസ് മദേഴ്സ് ഏജ് ഈസ് 3:2. അതായത് ഫാദറിൻ്റെ ഏജും ഉണ്ട് മദറിൻ്റെ ഏജും ഉണ്ട്. ഞാൻ ഈ വൈറ്റ് ലൈറ്റ് ഇട്ടതാണ്. ഈ ലൈറ്റ് യെല്ലോ ലൈറ്റ് ഡിമ്മായി പോവും. അത് ഏകദേശം ചാവാനായിട്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഫാദറിൻ്റെ ഏജ് മദറിൻ്റെ ഏജിനോട് 3:2 എന്ന റേഷ്യോയിലാണ്. ഓക്കെ, ദ പ്രൊഡക്റ്റ് ഓഫ് ദ നമ്പർ റെപ്രസെൻറ്റിംഗ് ദർ ഏജ് ഈസ് 486. അതായത് റേഷ്യോ ആണല്ലോ, അവരുടെ ആക്ച്വൽ ഏജ് ഇല്ല, അവരുടെ ആക്ച്വൽ ഏജിൻ്റെ നമ്പറിൻ്റെ പ്രൊഡക്റ്റ്. അത് രണ്ടും കൂട്ടുള്ള പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ 486.
അങ്ങനെയാണെങ്കിൽ ദ റേഷ്യോ ഓഫ് ദർ ഏജസ് ആഫ്റ്റർ 5 years വിൽ ബി, അങ്ങനെയാണെങ്കിൽ 5 വർഷം കഴിഞ്ഞിട്ട് ഇവരുടെ ഏജസിൻ്റെ റേഷ്യോ എന്താണ്? ഇത് ഒരുപാട് ബേസിക് ആയിട്ട് ചോദിക്കുന്ന, PSCയിലും ചോദിക്കുന്ന, എല്ലായിടത്തും ചോദിക്കുന്ന. ഇതിനകത്ത് എല്ലാവരും കാണിക്കുന്ന ഒരു തെറ്റെന്താ ഞാൻ പറഞ്ഞുതരാം. എന്താണെന്നറിയോ? ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഫാദറിൻ്റെയും മദറിൻ്റെയും ഏജ് 3:2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3:2 എന്ന അനുപാതത്തിലാണ്. ഓക്കെ, അവരുടെ ഒറിജിനൽ ഏജിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ 486 അപ്പോൾ എന്ത് ചെയ്യുമെന്നറിയോ? റേഷ്യോയുടെ പ്രൊഡക്റ്റ് എടുക്കും. എന്ത് ചെയ്യും? 3:2 എന്ന് പറഞ്ഞ് 6 എന്ന് എടുക്കും. 3:2 6 എന്ന് എടുക്കും. 6 എന്ന് എടുത്തിട്ട് നമ്മൾ എന്താ, 6 എന്ന് പറഞ്ഞാൽ 486. അതുകൊണ്ട് എന്താ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 6 എന്ന് പറഞ്ഞാൽ 486. അതുകൊണ്ട് 1 എന്ന് പറഞ്ഞാൽ എന്താ, 1 എന്ന് പറഞ്ഞാൽ എന്താന്ന് പറയും? ഇതാന്ന് പറയും, 486/6 81 നമ്മൾ പറയും. അങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാവും. പിന്നെ എന്ത് കൺഫ്യൂസാണ് നമുക്ക്, ഇങ്ങനെ 3 × 81 എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചെയ്യണോ എന്നൊക്കെ നമുക്ക് കൺഫ്യൂഷൻ ആവും. അപ്പോൾ നമ്മൾ ഓപ്ഷൻസിൽ ഒരു ഉത്തരത്തിൻ്റെ അടുത്തോട്ടും വരത്തില്ല. അതുകൊണ്ട് ആ ഒരു പാതയിൽ സഞ്ചരിക്കരുത്. ഇത് തൊടാതെ ഇരിക്കുക. ഇതെങ്ങനെ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വന്നാൽ ഉടനെ ചെയ്യേണ്ടത് എന്താ, രണ്ട് റേഷ്യോസ് തന്നിട്ടുണ്ട് ഏജിൻ്റെ, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ. 2 റേഷ്യോസ് തന്നിട്ടുണ്ട് ഏജിൻ്റെ, അത് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് എങ്ങനെയായിരിക്കും ആ ഏജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ തന്നെ എക്സ് എന്ന് നമ്മൾ സങ്കല്പിക്കണം. എക്സ് എന്ന് പറഞ്ഞൊരു ഫാക്ടറിനെ നമ്മൾ റേഷ്യോയുടെ കാര്യം വരുമ്പോൾ അങ്ങ് സങ്കല്പിക്കണം. അപ്പോൾ എന്താ, ഫാദറിൻ്റെ റേഷ്യോ 3x, മദറിൻ്റെ റേഷ്യോ 2x എന്ന് നമ്മൾ എടുത്തു. എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്, ഇതിൻ്റെ പ്രൊഡക്റ്റ് എന്താ, ഇതിൻ്റെ പ്രൊഡക്റ്റ് പറഞ്ഞാൽ 3 × 2 6, x2 6x². അതെന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? റിയൽ ലൈഫിൽ അതെന്താ, 486 അല്ലേ? 486 ആണല്ലോ. അപ്പോൾ എന്താ, ഈ 486 6 എളുപ്പത്തിൽ ഡിവൈഡ് ചെയ്യില്ല. കാരണം എന്താ, 6ൻ്റെ പട്ടിക അറിയാമല്ലോ, 48/6 എന്താ 8. 48 6 വെട്ടി പോകുമ്പോൾ 8 വരും അല്ലേ? 6 വെട്ടി പോകുമ്പോൾ 1 വരും. അപ്പോൾ x² എന്ന് പറഞ്ഞാൽ എന്ത് വരും? 81 വരും. x² എന്ന് പറഞ്ഞാൽ 81 ആണെങ്കിൽ x എന്താ, √81 എന്താ, 9 അല്ലേ? 9 × 9 അല്ലേ 81. അപ്പോൾ x എന്ന് പറഞ്ഞാൽ 9 വന്നു. x എന്ന് പറഞ്ഞാൽ 9 വന്നല്ലോ. നേരെ അതെടുത്ത് ഇവിടെ കൊണ്ടിടുക, കിട്ടിയ ഉടനെ. അപ്പോൾ 3 × x 3 × 9 27, 2 × x 2 × 9 18. ഇതാണ് അച്ഛൻ്റെയും അമ്മയുടെയും ഒറിജിനൽ വയസ്സ്. കിട്ടിയ വസ്തുത മനസ്സിലായില്ലേ? 27 18 ഓക്കെ, 27 18 അങ്ങനെ നിങ്ങളിത് ഗുണിച്ച് നോക്കിക്കോളൂ. 8 × 56 ഒറ്റയുടെ സ്ഥലത്ത് 486 തന്നെ വരും, 6 വരും. അപ്പോൾ 27 18 അച്ഛൻ്റെ അമ്മയുടെ ഏജിൻ്റെ റേഷ്യോ. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്, 5 വർഷത്തിന് ശേഷം എന്താ? 5 വർഷത്തിന് ശേഷം എന്താ, ഇതിനോട് 5 കൂട്ടിയാൽ എന്താ, എന്ത് വരും? 32 വരും. 32 എന്താ, 18നോട് 5 കൂട്ടുമ്പോൾ 23 വരും. 23. ഏതാ ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ ഇല്ലേ, 32:23. ഓപ്ഷൻ ഡി അല്ലേ? ഓപ്ഷൻ ഡി, 32:23 ആണ് ഉത്തരം. ഓക്കെ, അപ്പോൾ ഓർമ്മയുണ്ടല്ലോ. ഇങ്ങനെ പ്രത്യേകിച്ച് ഏജിൻ്റെ പോലത്തെ കാര്യങ്ങൾ വരുമ്പോഴും 2 റേഷ്യോ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഇതും വരുമ്പോഴും ഉടനെ എന്ത് ചെയ്യണം? എക്സ് ഇട്ടോളണം. ഓക്കെ, അതാണ് ഈ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിൽ പോവാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്ക്. ഈ ക്വസ്റ്റ്യനും ശ്രദ്ധിച്ച് വായിക്കുക. ഇത് ഏജുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെ, നേരത്തെ നമ്മൾ നോക്കിയ പോലെ തന്നെ. എന്താ പറഞ്ഞിരിക്കുന്നത്? 7 years ago the ratio of the ages of A and B was 4:5. 8 years hence the ratio of the ages of A and B will be 9:10. What is the sum of their present ages in years? വായിച്ചില്ലേ? അതായത് നമുക്ക് ഇപ്പോൾ പ്രസൻ്റ് ആയിട്ടുള്ള ഏജിനെ ഇങ്ങനെ പറയാം. എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? 7 years ago, 7 വർഷം മുമ്പ് എയുടെയും ബിയുടെയും വയസ്സിൻ്റെ ഏജസിൻ്റെ റേഷ്യോ അല്ലെങ്കിൽ വയസ്സിൻ്റെ അനുപാതം എന്ന് പറയുന്നത് 4:5 ആണ്. പിന്നെ എന്താ പറയുന്നത്? 8 years hence, അതായത് 8 വർഷത്തിന് ശേഷം, 7 വർഷത്തിന് മുമ്പ് 8 വർഷത്തിന് ശേഷം അവരുടെ ഏജസിൻ്റെ, എയുടെയും ബിയുടെയും ഏജസിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയസ്സിൻ്റെ അനുപാതം എന്ന് വെച്ചാൽ 9:10. അങ്ങനെയാണെങ്കിൽ സം ഓഫ് ദെയർ പ്രസൻറ്റ് ഏജസ് ഇൻ ഇയേഴ്സ്, അതായത് ഇപ്പോഴത്തെ അവരുടെ പ്രസൻറ്റ് ഏജിൻ്റെ തുക എന്താണ് എന്നാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് 7 വർഷം പുറകോട്ട്, ഇവിടുന്ന് 8 വർഷം മുമ്പോട്ട്, അപ്പോൾ മൊത്തം 7ഉം 8ഉം ഒരു 15 വർഷത്തെ കാലയളവ് ഇവിടെ ഉണ്ട്.
അല്ലേ? അതായത് എന്താ, ഇവിടുന്ന് ഈ 4:5 പോയിന്റിൽ നിന്ന് 15 വർഷം നമ്മൾ സഞ്ചരിക്കുമ്പോഴാണ് 9:10 എത്തുന്നത്. അപ്പോൾ ഏജസിന്റെ റേഷ്യോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ കണക്കിൽ പറഞ്ഞു, ഏജസിന്റെ റേഷ്യോയിൽ കൂട്ടുന്നത് വന്നാൽ കണ്ണും പൂട്ടി എന്ത് ചെയ്യണം, രണ്ട് സ്ഥലത്ത് വെച്ച് ഇടണം, 4x 5x നടണം അല്ലേ? അപ്പോൾ 4x:5x അഥവാ 4x/5x എന്ന് എഴുതാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. എന്താ, അവിടെ നിന്ന് നമ്മൾ എന്താ 15 വർഷം മുമ്പോട്ട് പോവുക. അപ്പോൾ എന്താ, മേളിലും 15 താഴെയും 15 വർഷം മുമ്പോട്ട് പോകുമ്പോൾ എന്താവും, ടിങ് എന്ത് വരും, 9:10 വരും. ഇനിയിപ്പോൾ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ. എന്താ 10 × 4x 40x പ്ലസ് 10 × 15 150 ഈക്വൽ ടു 5 × 5x × 9 45x പ്ലസ് 15 × 9 പറയുന്നത് 45 4 135 അല്ലേ? ഇനി അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാതെ ഇവിടുന്ന് എങ്ങനെ എഴുതി പറയാതെ പെട്ടെന്ന് പറഞ്ഞ് ശീലിച്ചേ. 40x അപ്പുറത്ത് പോകുമ്പോൾ എന്ത് വരും, 45x നിന്ന് 40x പോകുമ്പോൾ 5x വരും. 150 ഇവിടെ നിൽക്കുന്നു, 135 ഇവിടെ വരുന്നു. അപ്പോൾ എന്ത് വരും 15 അല്ലേ? 15. അപ്പോൾ എന്താ, 15 എന്ന് പറഞ്ഞാൽ 5x ആണെങ്കിൽ x എന്ത് വരും, 15/5 3. അപ്പോൾ x 3 വന്നു. x 3 വന്നില്ലേ, x 3 വന്നല്ലോ. അപ്പോൾ പിന്നെ നമുക്കിത് 7 വർഷം മുമ്പുള്ള റിയൽ വയസ്സ് കണ്ടുപിടിച്ചൂടെ? 7 വർഷം മുമ്പുള്ള റിയൽ വയസ്സ് എന്താ, 4x എന്ന് പറഞ്ഞാൽ 4 × 3 12, 5x 5 × 3 15, 5 × 3 15. 7 വർഷം മുമ്പുള്ള ഇവരുടെ എന്താ 12:15 എന്താ, 7 വർഷം മുമ്പ് 12:15 എന്താ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ, പ്രസന്റിലെ സമ്മ്. 7 വർഷം മുമ്പ് ഇതാണെങ്കിൽ എന്താ, റിയൽ ആയിട്ടുള്ള ഇതാണെങ്കിൽ എന്താ 7 കൂട്ടണം പ്രസന്റിലെ കിട്ടാൻ. അപ്പോൾ എന്താ 19 എന്ത് വരും, 22. 19 എയുടെ വയസ്സ്, 22 ബിയുടെ വയസ്സ്, രണ്ടും കൂടെ എന്താ കൂട്ടിയാൽ എന്താ, 19 22 കൂട്ടിയാൽ എന്ത് വരും, 41. ഓപ്ഷൻ എന്താ, ഓപ്ഷൻ എന്താ 41, ഓപ്ഷൻ എ ഓപ്ഷൻ എ ആണ് 41 ഉത്തരം. അപ്പോൾ മനസ്സിലായല്ലോ, റേഷ്യോന്ന് കൂട്ടുന്ന സമയത്ത് കണ്ണും പൂട്ടി എക്സ് ഇട്ടോളണം, അതാണ് നമ്മുടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്ക്. ഇൻ എ സ്കൂൾ 5/12 of the number of students are girls and the rest boys. 4/7 of the number of boys are below 14 years of age and 2/5 of the number of girls are 14 years or above 14 years of age. If the number of students below 14 years of age is 1120, then the total number of students in the school is. See, basically നമ്മളോട് എന്താ അവസാനം ചോദിച്ചിരിക്കുന്നത് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിൻ്റെ എണ്ണമാണ്, ടോട്ടൽ എത്ര സ്റ്റുഡൻസ് ഉണ്ട് എന്നുള്ളത്. അതിന് മുമ്പ് നമുക്ക് തന്നിരിക്കുന്ന ഒരു ഡാറ്റ എന്താ, ഇഫ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ബിലോ 14 years of age is 1120, then the total number of students in the school. അതെന്താ, 14 വയസ്സിൽ കുറവുള്ള ആൾക്കാരുടെ എണ്ണം 1120 നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ, 1120 നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ 14 വയസ്സുള്ള കുറവിലോ അതിനകത്തോട്ട് നമ്മൾക്കൊന്ന് ശ്രദ്ധിക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്, ഇൻ എ സ്കൂൾ 5/12 ഓഫ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആർ ഗേൾസ്, അതായത് 12 5 പേര് ഗേൾസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റേഷ്യോ ആയിട്ട് തന്നിരിക്കുന്നത് 12ന്റെ കാര്യം. അപ്പോൾ 12 എന്താ നമ്മൾ എടുക്കും, 12 ടോട്ടൽ നമ്മൾ എടുക്കും. കാരണം 12 5 പേര് ഗേൾസ് ആണ്, 12 5 പേര് ഗേൾസ് അല്ല. അപ്പോൾ 12 നമ്മുടെ ടോട്ടൽ നമുക്ക് വിചാരിക്കാം. 12 നമ്മുടെ ടോട്ടൽ. ഇത് വിചാരിക്കുന്നതാണേ, നമുക്ക് അവസാനം വരുന്ന എന്താ, ഈ വിചാരത്തിനെ റിയാലിറ്റിയിലോട്ട് നമുക്ക് കൊണ്ടുവരണം അല്ലേ, ഈ വിചാരത്തിനെ റിയാലിറ്റിയിലോട്ട് നമ്മൾ കൊണ്ടുവരുന്ന പ്രക്രിയയാണ്. അപ്പോൾ 12 പേര് ടോട്ടൽ, അതിലെന്താ 5 പേരെന്താണെന്ന് പറഞ്ഞിരിക്കുന്നത് ഗേൾസ്, 5 പേരെന്താ ഗേൾസ് ആണ്. അപ്പോൾ എന്താ ബാക്കി എത്ര പേരുള്ളത്, 7 പേര് ബോയ്സ് അല്ലേ, 7 പേര് ബോയ്സ്. പിന്നെ ഇതിനകത്ത് വേറെന്ന് പറഞ്ഞിരിക്കുന്നത് എന്താ, 4/7 ഓഫ് ദ നമ്പർ ഓഫ് ബോയ്സ് ആർ ബിലോ 14 years of age. നമുക്ക് 14 വയസ്സിൽ കുറവുള്ള ആൾക്കാരുടെ എണ്ണമല്ല എടുക്കുന്നത്. അതെന്താ, ബോയ്സിനകത്ത് 4/7 എന്താണ് 14 വയസ്സിൽ കുറവുള്ളവരാണ്. അപ്പോൾ ബോയ്സിൻ്റെ 7ന്റെ 4/7 എന്താ 14 വയസ്സിൽ കുറവുള്ളവരാണ്. അതായത് എന്തായി 4. അപ്പം 4 ബോയ്സ് 7 ബോയ്സ് ഉള്ളതിൽ 4 ബോയ്സ് 14 വയസ്സിൽ കുറവാണ്. ഇവിടെ എന്താ ഗേൾസിൻ്റെ കാര്യം എടുക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്, നേരെ കൊണ്ടുപോയിട്ട്
2/5 കൊണ്ട് വെട്ടരുത്. കാരണം എന്താ പറഞ്ഞിരിക്കുന്നത്, നമ്പർ ഓഫ് ബോയ്സ് 2/5 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഗേൾസ് ആർ 14 years or above. 2/5 എന്ന് പറഞ്ഞാൽ 14 വയസ്സിൽ കൂടുതലുള്ളതാണ്. നമുക്ക് കൺഫ്യൂസ് ചെയ്യാൻ തന്നിരിക്കുക. നമുക്ക് പറഞ്ഞാൽ 4/7 എന്ന് വെച്ചാൽ 14 വയസ്സിൽ താഴെയുള്ളതുകൊണ്ട് ഡയറക്റ്റ് ചെയ്താൽ മതി. ഇതെന്താ 2/5 എന്ന് പറഞ്ഞാൽ ഗേൾസിൽ 14 വയസ്സിൽ കൂടുതലുള്ളവരാണ്. അപ്പോൾ 14 വയസ്സിൽ കൂടുതലുള്ളവർ 5-ൽ 2 ആണെങ്കിൽ 14 വയസ്സിൽ കുറവുള്ളവരാരാ? 5-ൽ 3 അല്ലേ? മനസ്സിലായത്? എടാ ടോട്ടൽ 5 ആണ്. 1 2 3 4 5. ഈ 5-ൽ 2 പേര് 14 വയസ്സോ അതിൽ കൂടുതലുള്ളവരാന്ന് പറഞ്ഞാൽ ബാക്കി എന്താ? 3 പേരല്ലേ? അതാണ് 3/5. 5-ൽ 3 പേര്. 5-ൽ 2 പേര് 14 വയസ്സിൽ കൂടുതലാണെങ്കിൽ 5-ൽ 3 പെൺകുട്ടികളാണ് 14 വയസ്സ് കുറവുള്ളത്. അപ്പോൾ 5-ൽ എന്താണ്? 5-ൽ 3 പെൺകുട്ടികൾ 14 വയസ്സിൽ കുറവ്. അപ്പോൾ അതെന്താ അത് 3 ആയി അല്ലേ? അപ്പോൾ 14 വയസ്സിൽ കുറവുള്ള ആൾക്കാർ എന്താണ്? ഗേൾസ് 3 ബോയ്സ് 4. 3 ഗേൾസ് 4 ബോയ്സും 14 വയസ്സിൽ കുറവുള്ളവരുണ്ട്. അപ്പോൾ രണ്ടും കൂടി എന്തായി? 7. ഇതെന്താ? റേഷ്യോ ആണ്, റിയാലിറ്റി അല്ല. റേഷ്യോ പരമായിട്ട് നമ്മൾ റേഷ്യോ എടുത്തപ്പോൾ എന്താണ്? നമ്മൾ സങ്കല്പിച്ചല്ലേ എടുത്തത്. എന്തോ എടുത്തേ? 12 ആണ് ടോട്ടൽ നമ്മൾ എടുത്തില്ലേ? 12 ആണ് ടോട്ടൽ. അതുപോലെ തന്നെ 14 വയസ്സും 14 വയസ്സും അതിൽ കുറവുള്ള 14 വയസ്സിൽ കുറവുള്ള ആൾക്കാരുടെ എണ്ണം എന്താ? 7 ആണ്. മനസ്സിലായല്ലോ? വ്യക്തമായിട്ട് മനസ്സിലായല്ലോ? ടോട്ടലിൻ്റെ എണ്ണം 12 ആണ്, 14 വയസ്സിൽ കുറവുള്ള എണ്ണം 7 ആണ്. എന്തിൽ? റേഷ്യോയിൽ. റിയാലിറ്റിയിൽ എന്താ? റിയാലിറ്റിയിൽ പറഞ്ഞിട്ടുള്ള എന്താ ക്വസ്റ്റ്യനിൽ? ഇഫ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ബിലോ 14 years of age is 1120. അപ്പോൾ ഈ 7 എന്ന് പറയുന്നത് 1120 ആണ്. 1120യുടെ റെപ്രസെൻറ്റേഷനാണ് 7 അല്ലേ? അപ്പോൾ ഇതിനെ റിയാലിറ്റിയിലോട്ട് കൊണ്ടുവരാൻ ഒരു ഫാക്ടർ കൊണ്ട് ഇതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ആ ഫാക്ടർ എന്താണെന്ന് ഇവിടെ കിട്ടും. അപ്പോൾ 7 എന്ന് പറഞ്ഞാൽ റിയാലിറ്റിയിൽ 1120 ആണെങ്കിൽ 1 എന്ന് പറഞ്ഞാൽ എന്താ? 1120/7 അല്ലേ? 1120/7 ആണ്. 1 എന്ന് പറഞ്ഞാൽ റിയാലിറ്റിയിൽ 1120/7 ആണ്. അപ്പോൾ എന്ത് വരും? ഈ 1120 കൊണ്ട് നിങ്ങൾ നോക്കുന്ന 160 അല്ലേ? 160 വരുമെന്ന് തോന്നുന്നു അല്ലേ? അതെ, 160 വരും. അപ്പോൾ 1ൻ്റെ വാല്യൂ 160. 1ൻ്റെ വാല്യൂ 160 ആണല്ലോ. അപ്പോൾ 12ൻ്റെ വാല്യൂ എന്താ? 12ൻ്റെ വാല്യൂ എന്താ? 12 × 160 അല്ലേ? 12 × 160. ഇപ്പോൾ മനസ്സിലായില്ലേ? 1ൻ്റെ വാല്യൂ 160. അപ്പോൾ 12ൻ്റെ വാല്യൂ 12 × 160 എന്ത് വന്നു? 16 × 12 എന്ത് വന്നു? 12 3 6 1 അല്ലേ? അപ്പോൾ എന്തായി? 2 6 3 9 1 1920. 1920. ഈ 1920 എന്താ? ഇതെന്താ? ടോട്ടലിൻ്റെ റേഷ്യോ അല്ലേ? അതിനെ നമ്മൾ ആ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ടോട്ടൽ കിട്ടി. ഓപ്ഷനിലില്ലേ 1920? ഓപ്ഷൻ സി ആണെന്ന് തോന്നുന്നു അല്ലേ? 1920 ഓപ്ഷനിൽ കിട്ടിയില്ലേ? അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ എന്തായാലും കമൻറ്റ് ഇടണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്നുമില്ല, 7 എന്ന് പറഞ്ഞത് 1120. അതായത് ടോട്ടൽ നമ്പർ ഓഫ് 14 വയസ്സിൽ കുറവുള്ളവരുടെ നമ്മൾ ഇമാജിൻ ചെയ്തത് 7. ഇമാജിൻ അല്ല, നമ്മൾ എടുത്തത് 7. അതിൻ്റെ ഒറിജിനൽ ഇത്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാം? അതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഈ ഫാക്ടർ കിട്ടും. അപ്പോൾ ഈ ഫാക്ടർ കൊണ്ട് നമ്മൾ ടോട്ടലായിട്ട് ഇമാജിൻ ചെയ്ത് എന്താ? 12. ആ ടോട്ടലായിട്ട് ഇമാജിൻ ചെയ്തതിന് ഈ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ടോട്ടൽ കിട്ടും. ഇത്രയുള്ള റേഷ്യോയുടെ പരിപാടി. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ നമുക്ക് കൂടുതൽ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഇതുപോലുള്ള കണക്ക് വരുമ്പോൾ ഞാൻ കുറച്ച് സ്പെഷ്യലായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, മാത്രമല്ല ഇത് മനസ്സിലായില്ലെങ്കിൽ നിർബന്ധമായിട്ട് കമൻറ്റിൽ മെൻഷൻ ചെയ്യണം. ഞാൻ ഇത് മാത്രമായിട്ട് എടുത്ത് ചെയ്യും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇപ്പോൾ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്ക്. A sum of rupees 12,000 is divided between A, B, C and D such that the ratio of share A and B is 8:9, that of B and C is 2:3, and that of C and D is 9:13. What is the difference between the shares of B and D? അപ്പോൾ ഒന്നുമില്ല, എ എന്നും ബി എന്നും സി എന്നും ഡി എന്നും പറഞ്ഞ് 4 ആൾക്കാരുണ്ട്. മൊത്തം എന്താ? റിയാലിറ്റിയിൽ 12,000 അല്ലേ? മൊത്തം 12,000 രൂപയുണ്ട്. ഈ 12,000 രൂപ ഈ 4 പേരിലും ഷെയർ ചെയ്തിരിക്കുകയാണ്. ഏത് റേഷ്യോയിൽ? എ ആൻഡ് ബി 8:9. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ എഴുതുമ്പോൾ കോമൺ ആയിട്ട് എഴുതുന്നത് ഇങ്ങനെ എഴുതണം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? എ ആൻഡ് ബി 8:9. ദാറ്റ് ഓഫ് ബി ആൻഡ് സി എന്താ? ബി കണ്ടോ, ബി പിന്നെ ഇവിടെ വന്നു. ബി ആൻഡ് സി എന്താ? 2:3.
സി ആൻഡ് ഡി എന്താ? സിയും ഡിയും തമ്മിൽ എന്താ? 9:13. 9:13. 9:13 തന്നെ അല്ലേ? ആ അതെ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ഗ്യാപ്പുകൾ എങ്ങനെ ഫിൽ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ക്ലാസ്സിൽ പോയി നോക്കിയാൽ മതി. ഇതിൻ്റെ ഇവിടെ 9 കിടക്കുന്നതുകൊണ്ട് അടുത്ത് 9 കിടക്കുന്നതുകൊണ്ട് ഇവിടെ രണ്ടും നമ്മൾ 9 വെച്ച് ഫില്ല് ചെയ്യും. ഇവിടെ അടുത്തുള്ളത് 2 ആണ്, ഇവിടെ അടുത്തുള്ളത് 9 ആണ്, അതുകൊണ്ട് 9 വെച്ച് തന്നെ ഫില്ല് ചെയ്യും. ഇവിടെ അടുത്തുള്ളത് 3 ആണ്. ഓക്കെ, ആ ഫില്ല് ചെയ്യുന്ന രീതി മനസ്സിലായല്ലോ. ഗ്യാപ്പിന് അടുത്തുള്ളതുമായിട്ട് ഫില്ല് ചെയ്യും. എന്നിട്ട് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളത്? ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇങ്ങനെ താഴോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കമ്പൈൻഡ് ആയിട്ടുള്ള കോമ്പൗണ്ട് റേഷ്യോ കിട്ടും. അപ്പോൾ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ? പിന്നെ വേറൊരു കാര്യം, ഇങ്ങനെ പോയി നേരെ മൾട്ടിപ്ലൈ ചെയ്യരുത്. ഇതിനകത്ത് ഈ 4 കോളത്തിലും കോമൺ ആയിട്ടുള്ളത് നമുക്ക് വെട്ടാം. കാരണം എന്താണെന്നറിയോ? ഇതെന്താ ആക്ച്വലി? A:B:C:D എന്നല്ലേ? ഇപ്പോൾ A:B എന്നുണ്ടെങ്കിൽ A/B എന്നാണ് അത് എഴുതുന്നത്, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. അപ്പോൾ താഴെ ഇവിടെയുള്ള കോമൺ ആയിട്ടുള്ള വെട്ടാമല്ലോ. അപ്പോൾ ഇവിടെ A:B:C:D എന്ന് പറയുമ്പോൾ A/B/C/D എന്ന് വരില്ലേ? അപ്പോൾ എല്ലാത്തിലും കോമൺ ആയിട്ടുള്ള നമുക്ക് വെട്ടിക്കൂടെ? എല്ലാത്തിലും കോമൺ ആയിട്ട് കിടക്കുന്നത് എന്താ? എല്ലാത്തിലും കോമൺ ആയിട്ട് എന്താ? എല്ലാത്തിനും കോമൺ ആയിട്ട് 9 ഉണ്ട് അല്ലേ? അപ്പോൾ ആ 9 നമുക്ക് എന്താ വെട്ടിക്കൂടെ? വെട്ടാം അല്ലേ? എല്ലാത്തിലും കോമൺ ആയിട്ട് ഒരു 9 ഉള്ളൂ. അതുകൊണ്ടാണ് ഈ 9 വെട്ടാത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിലും കോമൺ ആയിട്ട് ഒരു 9 ഉള്ളൂ. അപ്പോൾ വെട്ടുമ്പോൾ അങ്ങനെ വെട്ടാനേ പറ്റുള്ളൂ. നെക്സ്റ്റ് സെറ്റ് ഓഫ് 9 ഉണ്ടെങ്കിൽ നമുക്ക് വെട്ടാം, പക്ഷേ എല്ലാത്തിലും കോമൺ ആയിട്ട് ഒരു റൗണ്ടേ ഉള്ളൂ, അതുകൊണ്ട് വെട്ടി. അപ്പോൾ എന്താ? ബാക്കി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 8 × 2 16, 9 × 2 18 ഈസ് ടു 3 × 9 27 ഈസ് ടു 3 × 13 39 അല്ലേ? ഇതെന്താ? ഇതാണ് എന്താ A:B:C:D റേഷ്യോ. ഈ എമൗണ്ട് ഈ റേഷ്യോയിലാണ് ഇവർ തമ്മിൽ വീതിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മളോട് ചോദിച്ചെന്താ? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഷെയർസ് ഓഫ് B ആൻഡ് D? ബിയും ഡിയും തമ്മിലുള്ള ഷെയർ, ആ പൈസയുടെ ഷെയറിൻ്റെ വ്യത്യാസം എന്താണെന്ന്. ഓക്കെ, ഇപ്പോഴാണ് നമ്മുടെ മറ്റേ സംഭവം വരുന്നത്. എന്താ? റിയാലിറ്റിയും റേഷ്യോ തമ്മിലുള്ള പരിപാടി. എന്താ? റേഷ്യോയിൽ ഇതെന്താ? മൊത്തം എല്ലാം കൂടെ കൂട്ടി കിട്ടുന്ന തുകയാണ് ഇതല്ലേ? മൊത്തം ഇത്രയും തുകയല്ല. അപ്പം ഇത് കൂട്ടിയാലും അത് തന്നെയല്ലേ കിട്ടേണ്ടത്. പക്ഷേ ഇത് കൂട്ടിയാൽ റേഷ്യോയിൽ എന്താ കിട്ടുന്നത്? 16 എന്താ? 16 18 26 8 34 20 54 7 നമ്മുടെ 61 30 91 9 100 അല്ലേ? ഇത് 100 100 ഇത് 100. അപ്പോൾ അതായത് റേഷ്യോയിൽ 100, റിയാലിറ്റിയിൽ 12,000. അപ്പോൾ ആ ഫാക്ടർ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? റിയാലിറ്റിയെ റേഷ്യോയിൽ വന്നുകൊണ്ട് ഡിവൈഡ് ചെയ്യല്ലേ? അപ്പോൾ മനസ്സിലായല്ലോ നിങ്ങൾക്ക്. അപ്പോൾ 120 ഫാക്ടർ. അപ്പോൾ 120 ഫാക്ടർ. അപ്പോൾ 120 ഫാക്ടർ കിട്ടി. അപ്പോൾ റിയൽ ആയിട്ടുള്ള എല്ലാം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? നമ്മൾ 120 കൊണ്ട് റേഷ്യോയിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള എന്തിനേയും ഈ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മനസ്സിലായി? അതിനാണ് നമ്മൾ ഈ ഫാക്ടറിലോട്ട് എടുക്കുന്നത്. അപ്പോൾ എന്താ നമുക്ക് വേണ്ട എന്താ? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഷെയർസ് ഓഫ് B ആൻഡ് D? ഏതാ? ഇത് അല്ലെ? ബിയും ഡിയും തമ്മിലുള്ള ഷെയർസിൻ്റെ ഡിഫറൻസ്. അപ്പോൾ ഡി ആണല്ലോ കൂടുതൽ 39, ബി ആണ് 18. അപ്പോൾ എന്താ? നമുക്ക് ഡിയുടെ ഒറിജിനൽ ഷെയർ കിട്ടണമെങ്കിൽ എന്താ? നമ്മൾ ഈ ഫാക്ടർ കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. ബിയുടെ ഒറിജിനൽ ഷെയർ കിട്ടണമെങ്കിൽ നമ്മൾ ഈ ഫാക്ടർ കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. എന്തിൻ്റെ ഒറിജിനൽ കിട്ടണമെങ്കിൽ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫാക്ടർ കൊണ്ട് ഈ റേഷ്യോനെ മൾട്ടിപ്ലൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതിലോട്ട് സഞ്ചരിച്ചത്. ഇവിടെ എന്താ? ഡിയും ബിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് അറിഞ്ഞാൽ മതി. അപ്പോൾ ഡിഫറൻസിൻ്റെ എടുത്തിട്ട് അതിനെ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? വെറുതെ ഇങ്ങനെ 120 × 39 എടുത്തിട്ട് -120 × 18 എടുക്കണ്ടായിരുന്നല്ലോ. 120 ബ്രാക്കറ്റിൻ്റെ പുറത്ത് വരുമല്ലോ. അപ്പോൾ 39 നിന്നും 18 പോയാൽ 19 29 8 പോയി കഴിഞ്ഞാൽ എന്തായി? 21. ഈ ബിയും ഡിയും തമ്മിലുള്ള റേഷ്യോ ഡിഫറൻസ് 21. അപ്പോൾ റിയൽ ആയിട്ട് എത്രയാ? 120 × 21 എന്ന് പറയുമ്പോൾ എന്താ? 12 21 2 1. ഇവിടെ ഇങ്ങനെ എഴുതിയാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുമെന്ന് എനിക്കറിയാം അല്ലേ? ഒരു ഇതായിരിക്കും. ഈ സമയം കൊണ്ട് നിങ്ങൾ ഗുണിച്ചിട്ടുണ്ടാവുമല്ലോ. 12 21 2 1 4 1 2 5 1 1 5 അയ്യോ 2 2 ഇത് 2 2 5 2 2 5 2 0. ഓപ്ഷൻസ് ഉണ്ടല്ലോ. സി അല്ലേ? അപ്പോൾ ഓപ്ഷൻ സി ആണ് ഉത്തരം. അപ്പോൾ മനസ്സിലായല്ലോ ഇത് എങ്ങനെയാണ് ഇത് ഇങ്ങനെ വരുന്നതെന്നും ഇത് കൂട്ടുന്നതെന്നും റിയൽ ആയിട്ടുള്ള വാല്യൂ ഇതും തമ്മിലുള്ള ബന്ധം എന്താണെന്നും ആ ഫാക്ടർ എടുക്കുന്നത് എങ്ങനെയാണെന്നും ഈ ഫാക്ടർ ഉപയോഗിച്ച് എല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് റിയൽ ആയിട്ടുള്ള വാല്യൂസ് നമ്മൾ എങ്ങനെ എടുക്കുന്നതെന്നും മനസ്സിലായല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റിനിൽ പോവാം. അപ്പോൾ എന്തായാലും പറഞ്ഞ പോലെ ലൈറ്റും പോയിട്ടുണ്ട്. ഈ പറഞ്ഞ കുഴപ്പമില്ല, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും. ഞാൻ ലൈറ്റ് വരാൻ വേണ്ടി കുറച്ച് നേരം നോക്കിയിരുന്നു, വരുന്നൊന്നുമില്ല. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ കോൺസെൻട്രേഷൻ ഓഫ് 3 വൈൻസ്
A, B and C are 10%, 20% and 30% respectively. അപ്പോൾ they are mixed in the ratio 2:3:x resulting in a 23% concentration solution. Find the value of x എന്നാണ്. വലിയ വിഷയമൊന്നുമില്ല, സിമ്പിളാണ്. എന്ന് വെച്ചാൽ എന്താ, എ എന്നും ബി എന്നും സി എന്നും പേരിൽ 3 കുപ്പിയുണ്ട്. അതിൽ എ എന്താ, എയിൽ 10% ആൽക്കഹോൾ, വൈൻ, ഓക്കെ, എന്തോ ആയിക്കോട്ടെ. ബിയിൽ 20%, സിയിൽ 30%. ഓക്കെ, എന്നിട്ട് എന്താ പറയുന്നത്, ദേ ആർ മിക്സ്ഡ് ഇൻ ദ റേഷ്യോ 2:3:x. അതായത് ഈ 10% ഉള്ളതിൽ നിന്ന് 2 ഭാഗം എടുത്തു, 20% ഉള്ളതിൽ നിന്ന് 3 ഭാഗം എടുത്തു, 30% ഉള്ളതിൽ നിന്ന് എക്സ് ഭാഗങ്ങൾ എടുത്തു. അങ്ങനെ വന്നതിന് 23%, അങ്ങനെ വന്നതിനകത്ത് എന്താ 23% വൈനുണ്ട്. അങ്ങനെയാണ് ഈ എക്സിൻ്റെ വാല്യൂ എന്താണ്. സി 10% ഉള്ള 10% ഉള്ള ബോട്ടിൽ അല്ലെങ്കിൽ ആ ആൽക്കഹോൾ അല്ലെങ്കിൽ വൈൻ്റെ മിക്സ്ചർ, അതിൽ നിന്ന് നമ്മൾ 2 എന്ന് പറഞ്ഞാൽ 2 ലിറ്റർ എടുക്കുന്ന വിചാരിക്കും. അപ്പോൾ ഇതെല്ലാം അങ്ങനെ തന്നെ വരില്ലേ. അപ്പോൾ എന്താ 10% 2 ലിറ്റർ എടുക്കുന്നു, 20% 3 ലിറ്റർ എടുക്കുന്നു, 30% എക്സ് ലിറ്റർ എടുക്കുന്നു. അപ്പോൾ എന്താ 10 × 2 20, പ്ലസ് ഇതെന്താ 3 × 20 60, പ്ലസ് 30 × എന്താ എക്സ്. ഒരു മിനിറ്റ്, ലൈറ്റ് വന്നെന്ന് തോന്നുന്നു, നോക്കട്ടെ. വന്നിട്ടുണ്ട്. വെള്ളയല്ല മഞ്ഞ ലൈറ്റ് മതി. ഓക്കെ, നിങ്ങൾക്ക് വെള്ളം വേണേൽ വെള്ളം പറഞ്ഞാൽ മതി കേട്ടോ, ഞാൻ ഇട്ടോളാം. 3 × 20 60, പ്ലസ് എന്താ 30x അല്ലേ. എന്താ അതിൽ നിന്ന് എടുത്തത് ടോട്ടൽ എന്താ ഉള്ളത്, ടോട്ടൽ എന്താ 2 + 3 5 + x, ടോട്ടൽ 5 + x. അപ്പോൾ എന്താ ഇത് പറയുന്നത്, ടോട്ടലിനകത്ത് ഈ കോൺസെൻട്രേഷൻ എടുത്തതിൻ്റെ കോൺസെൻട്രേഷൻ ഇത്, അതാണല്ലോ പെർസെൻറ്റേജ്. ടോട്ടലിനകത്ത് എന്തോരം മദ്യം ഉണ്ട് എന്നുള്ളതാണല്ലോ പെർസെൻറ്റേജ്. അതെന്താ ഉള്ളത് 23%. അപ്പോൾ അത് 23%. അത് കാരണം എന്താ, ഈ എക്സ്പ്രഷൻ പറഞ്ഞതല്ലേ, ഇത് ടോട്ടൽ ഉള്ള ലിറ്റർ, ഇതെന്താ കോൺസെൻട്രേഷൻ്റെ റെപ്രസെൻറ്റേഷൻ അല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ഈ കാര്യം മനസ്സിലായല്ലോ, മായ്ച്ചോട്ടെ. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും, 5 + x എന്ന് പറഞ്ഞാൽ 23 പോകുമ്പോൾ ഇത് 115 അല്ലേ. 115 + 23x എന്ന ആ സൈഡിൽ വരും. ഇപ്പുറത്ത് എന്ത് വരും, ചെയ്തോ എന്നെ കാത്ത് നിൽക്കണ്ട, ചെയ്തോ. അങ്ങനെയാണ് കാൽക്കുലേഷൻ്റെ ഇത് നോക്കുന്നത്. അങ്ങനെ അപ്പോൾ 115 + 23x = 80 + 20 60 80 ആവില്ലേ. 80 + 30x എന്നാവും. അപ്പോൾ പെട്ടെന്ന് പറഞ്ഞേ, ഇതെങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ്, 115 ൽ നിന്ന് 80 ഇങ്ങോട്ട് വരുമ്പോൾ 115 ൽ നിന്ന് 80 പോയാൽ 20 15 35, അപ്പുറത്ത് എന്താ 30x ൽ നിന്ന് 23x പോയാൽ 7x. അപ്പോൾ 35 എന്ന് വെച്ചാൽ 7x ആണെങ്കിൽ x എന്താ 7/35/7 എന്താ 5. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 5. ഏതാ, ഓപ്ഷൻ ഡി. മനസ്സിലായില്ലേ, ഇത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇപ്പോൾ. ഓക്കെ, ഈ ചോദ്യം നോക്കിയേ. ഇൻ എ സ്കൂൾ ഓഫ് 720 സ്റ്റുഡൻസ് ദ റേഷ്യോ ഓഫ് ബോയ്സ് ടു ഗേൾസ്, ഇത് തന്നെ മാറിപ്പോയതാ. ഇൻ എ സ്കൂൾ ഓഫ് 720 സ്റ്റുഡൻസ് ദ റേഷ്യോ ഓഫ് ബോയ്സ് ടു ഗേൾസ് ഈസ് 3:5. ഫൈൻഡ് ഹൗ മെനി ന്യൂ ബോയ്സ് മേ ബി അലൗഡ് ടു ദ സ്കൂൾ if 18 girls are admitted so that the ratio of boys to girl changes to 2:3. ഓക്കെ, അതായത് ബോയ്സും ഗേൾസും തമ്മിലുള്ള ഒരു സ്കൂളിലെ റേഷ്യോ എത്രയാണെന്ന് പറഞ്ഞാൽ 3:5, 3:5 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെന്താ, ഇൻ എ സ്കൂൾ ഓഫ് 720 സ്റ്റുഡൻസ് 720 എന്ന് പറഞ്ഞത് ടോട്ടലാണ് തന്നിട്ടുണ്ട്. ഇതെപ്പോഴും നിങ്ങൾ ചിന്തിക്കണം, ടോട്ടൽ ഇവിടെ ഉണ്ട്, നമ്മളൊരു ഇമാജിനറി ടോട്ടൽ വരും, അതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് ഫാക്ടർ ഉണ്ടാക്കും. ആ ഫാക്ടർ ഉപയോഗിച്ച് എന്താ, അതൊരു വാളാണ് നമുക്കൊരു മറ്റേ ഈ ഡിമൺ സ്ലെയർ എന്നൊക്കെ പറഞ്ഞത് ഒരു വാള് കിട്ടുന്ന പോലെയാണ്. ആ വാള് വെച്ച് നമുക്ക് ഈ റേഷ്യോയുള്ള എന്തിനെ ഇതാക്കിയാലും നമുക്ക് എന്ത് കിട്ടും, സത്യം കണ്ടുപിടിക്കാൻ പറ്റും. റേഷ്യോ എന്ന് പറഞ്ഞ ഒരു റെപ്രസെൻറ്റേഷനാണ്, ഒറിജിനൽ ആയിട്ടുള്ള ഫിഗറിൻ്റെ റെപ്രസെൻറ്റേഷനാണ് റേഷ്യോ. ഇതിൽ നിന്നുള്ള ഫാക്ടർ ഇത് വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്ന ഫാക്ടർ എന്താ, നമുക്കൊരു സോഡ് പോലെയാണ്. അത് വെച്ച് നമുക്ക് എല്ലാ സത്യമായിട്ടുള്ള വാല്യൂസും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഫൈൻഡ് ഹൗ മെനി ന്യൂ ബോയ്സ് മേ ബി അലൗഡ് ടു ദ സ്കൂൾ ഇഫ് 18 ഗേൾസ് ആർ അഡ്മിറ്റഡ് സോ ദാറ്റ് ദ റേഷ്യോ ഓഫ് ബോയ്സ് ടു ഗേൾസ് ചേഞ്ചസ് ടു 2:3. അതായത് ഒന്നുമില്ല, എന്താണെന്നറിയോ, ഇപ്പോൾ ഉള്ളത് ഇങ്ങനെ
18 ഗേൾസിനെ കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്താൽ 18 ഗേൾസിനെ കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്താൽ എന്താ ഇതിൻ്റെ റേഷ്യോ 2:3 വരുന്ന രീതിയിലാണെങ്കിൽ എത്ര ബോയ്സിനെ അവിടെ ആഡ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് റേഷ്യോയിൽ ആഡ് എന്ന് പറയുമ്പോൾ കണ്ണും പൂട്ടി എന്താ എക്സ് എന്ന് കൊടുത്തേക്കണം. എക്സ് എന്ന് കൊടുത്തേക്കണം എന്ന് പറഞ്ഞില്ലേ, 3x 5x ആഡ് ചെയ്യല്ലേ. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്, ഈ 3x:5x എന്നതിനെ എന്ത് ചെയ്യുന്നു, നമ്മൾ നമ്മുടെ ട്രഡീഷൻ അനുസരിച്ച് 3x/5x എന്ന് എഴുതുന്നു. അപ്പോൾ എന്താ ഈ 5x എന്താ ഗേൾസിൻ്റെ എണ്ണമല്ലേ, ഗേൾസിൻ്റെ എണ്ണത്തിലോട്ട് ഓൾറെഡി എന്ത് ചെയ്യുന്നു 18 പേരെ ആഡ് ചെയ്യുന്നു. 18 പേരെ ആഡ് ചെയ്തപ്പോൾ എന്താ ആ റേഷ്യോ 2:3 എന്ന് വന്നു, അതായത് 2/3. മനസ്സിലായില്ല അങ്ങനെ എഴുതിയത്. അങ്ങനെയാണ് ഇത് ഇവിടെ ബോയ്സിൻ്റെ അവിടെ ആഡ് ചെയ്യേണ്ടവന്മാർ എത്രയാണ്, നമുക്ക് y എന്ന് എടുക്കാം. കാരണം എന്തോ എക്സ് ഓൾറെഡി എടുത്തിട്ടില്ലേ, y എന്ന് എടുക്കാം. അപ്പോൾ എന്ത് വരും, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് 9x പെട്ടെന്ന് പറഞ്ഞേ പ്ലസ് 3y = 10x പ്ലസ് 36. ഇങ്ങനെ ചെയ്താൽ ഒരു പണി കിട്ടും. കാരണം എക്സും വൈയും അതുപോലെ നിൽക്കും അല്ലേ, എക്സും വൈയും നിൽക്കില്ലേ. കാരണം എന്താ 3y = ഈ പറഞ്ഞ പോലെ x + 36 എന്ന് നിൽക്കും. y = x + 36/3 എന്നൊക്കെ ഇട്ടിട്ട് പിന്നെ ഈ ഇവിടെ കൊണ്ടിട്ടൊക്കെ ചെയ്യുന്നത് എന്താ, അത്രയും സമയം പോകും, അപ്പോഴത്തേക്കും പരീക്ഷ കഴിയും. അപ്പം ഇത് ഈ രീതി ചെയ്യുന്നത് ബുദ്ധിയല്ല. ഓക്കെ, അപ്പോൾ ഇത് ഈ രീതിയിലോട്ട് ചെയ്യരുത്. ഇത് പിന്നെ ഏത് രീതിയിലാണ് ചെയ്യേണ്ടത്? അപ്പോൾ നമ്മളിവിടെ എക്സ് ഒന്നും ഇടുന്ന പരിപാടി ചെയ്യരുത്. നമ്മൾ നേരെ ഡയറക്റ്റായിട്ട് പറഞ്ഞ അർത്ഥത്തിൽ നിന്ന് തന്നെ എടുക്കണം. പറഞ്ഞ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒന്നുമില്ല. ഇങ്ങനെ ചെയ്താൽ മതി. എന്താ പറഞ്ഞിട്ടുള്ളത്, മൊത്തം 720 കുട്ടികളുണ്ട്. മൊത്തം എത്ര കുട്ടികളുണ്ട്, 720 ആണല്ലോ. ടോട്ടൽ 720 പേരാണല്ലോ. അതിൽ ബോയ്സും ഗേൾസും മാത്രമേ ഉള്ളൂ. ബോയ്സിൻ്റെത് 3, ഗേൾസിൻ്റെത് 5 എന്ന അനുപാതത്തിലാണ്. ഒറിജിനൽ ടോട്ടൽ എന്താ 720. ഇമാജിനറി ടോട്ടൽ അല്ല കേട്ടോ, ഞാൻ നിങ്ങൾക്ക് പഠിക്കാനുള്ള സുഖത്തിന് വേണ്ടിയിട്ടാണ് ഇമാജിനറി എന്ന് പറയുന്നത്. ഇമാജിനറി അല്ല, അത് റേഷ്യോ തന്നെയാണ്. റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇമാജിനറി അല്ല, ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ ആണ്. എന്നാലും നമ്മൾ ഇമാജിനറി എന്ന് പറഞ്ഞ് ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ലേണിംഗ് നമ്മൾ ഇമാജിനറി എന്ന് പറയുകയാണ്. അപ്പോൾ ശരിക്കുമുള്ള ടോട്ടൽ എന്താ 720. ഇമാജിനറി ടോട്ടൽ എന്താ 3, 5, 8. അപ്പോൾ വാളില്ല, ഞാൻ നേരത്തെ പറഞ്ഞ ഫാക്ടർ എങ്ങനെ കണ്ടുപിടിക്കുന്നത്, 720/8 എന്താ വാൾ കിട്ടിയോ, 90 അല്ലേ, 9 × 8 അല്ലേ 72. അപ്പം 90 ആണ്. എന്താണ് വാള് കിട്ടി, എന്താ ഓക്കെ, വാളൊന്നും പോലെ ഇല്ലത്, 90 കിട്ടി. അപ്പോൾ ഈ 90 വെച്ചിട്ട് നമുക്ക് ശരിക്കുള്ള സംഭവം കണ്ടുപിടിച്ചൂടെ. 90 കിട്ടി. 90 കൊണ്ട് എന്താ ഞാൻ പറഞ്ഞത്, മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ബോയ്സിൻ്റെ എണ്ണമാണ് കിട്ടണമെങ്കിൽ ആ വാൾ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യും. 90 × 3 എന്താ 270. 270 ബോയ്സും ഗേൾസ് എന്താ 90 × 5 450 ഗേൾസും. അപ്പോൾ ഇത് റിയൽ ആണ്. ഇപ്പം നമ്മൾ ഈ വാൾ ഉപയോഗിച്ച് റിയാലിറ്റി കണ്ടുപിടിച്ചു. ഇനി നമുക്ക് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പറയാം. എന്താ പറഞ്ഞിട്ടുള്ളത്, 18 പെൺകുട്ടികളെ ആഡ് ചെയ്താൽ അല്ലേ, 18 പെൺകുട്ടികളെ ആഡ് ചെയ്താൽ റേഷ്യോ 2:3 എന്നാവുമെങ്കിൽ ഇവിടെ എത്ര പേരെ ആഡ് ചെയ്യണം, അതിനെ നമുക്ക് തൽക്കാലം എക്സ് എന്ന് വിളിക്കാം. ഇനിയിപ്പോൾ എക്സ് എന്ന് വിളിക്കാം, കാരണം അവിടെ എക്സ് അത് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ പോയില്ലേ. അപ്പോൾ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യൂ. എന്താ 3 × 270. എന്ത് വരും, 3 × 270 എന്ന് പറയുമ്പോൾ 0, 1, 3, 6, 2, 7, 810 പ്ലസ് 3x അല്ലേ, എന്ത് വരും, = 450, 2 എന്താ 900 പ്ലസ് 36. ഓക്കെ, അപ്പം എന്താ പെട്ടെന്ന് പറഞ്ഞേ, 3x എന്ന് പറഞ്ഞാൽ എന്ത് വരും, ഇങ്ങോട്ട് എഴുതാം. 3x എന്ന് പറഞ്ഞാൽ എന്ത് വരും, 810 അപ്പുറത്ത് പോയി -1, 936 ൽ നിന്ന് 810 പോകും. 936 ൽ നിന്ന് 800 പോയാൽ എന്താണ് 936 ൽ നിന്ന് 800 പോയാൽ എന്താ 136. മാത്രമല്ല ഒരു 10 എടുത്ത് മാറ്റാം, അപ്പോൾ 126. അപ്പോൾ 3x = 126. എക്സ് എന്ന് പറഞ്ഞാൽ എന്താ 126/3. ഇപ്പുറത്ത് 2, ഇപ്പുറത്ത് 4, 42. എക്സ് എന്ന് പറഞ്ഞാൽ 42. 42 എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞേ, 18 ഗേൾസിനെ ആഡ് ചെയ്യുമ്പോൾ എത്ര ബോയ്സിനെ ആഡ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ എക്സ് ആയിട്ട് എടുത്തത്. ചോദിച്ചിരിക്കുന്നത് എന്താ
ഹൗ മെനി ബോയ്സ് മേ ബി അലോഡ് എന്നല്ലേ, ആഡ് ചെയ്യേണ്ട ബോയ്സിനാണല്ലോ ചോദിച്ചത്, 42 കിട്ടിയില്ലേ? അപ്പോൾ ഏതാ? ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ 42 ബോയ്സിനെ ആഡ് ചെയ്യണം. 18 പെൺപിള്ളേർ വരുമ്പോൾ റേഷ്യോ 2:3 ആണെങ്കിൽ 42 ബോയ്സിനെ ആഡ് ചെയ്യണം. അപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ ഈ എക്സ് എന്നിട്ട് എടുത്തുകൊണ്ട് പോകാൻ പാടില്ല. അത് നിങ്ങൾ പ്രാക്ടീസിലൂടെ വരുള്ളൂ. അത് നമുക്ക് പെട്ടെന്ന് നിർണ്ണയിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്നറിയോ? അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ റേഷ്യോ ആയിട്ട് കാണുമ്പോൾ ഇപ്പോൾ ടോട്ടൽ കണ്ടു 3 5 കണ്ടു, പെട്ടെന്ന് മൈൻഡിൽ വർക്കൗട്ട് ചെയ്യുക. 3 5 8, അപ്പോൾ ഫാക്ടർ എന്താ 720/8 കണ്ടോ, പെട്ടെന്ന് പോയി 72 9 കറക്റ്റായിട്ട് വന്നു. അപ്പോൾ 90, അപ്പോൾ 90 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 0 ഉള്ളതുകൊണ്ട് എളുപ്പമല്ലേ, 270 450 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്താലും മതി. അപ്പോൾ ആ ഒരു എബിലിറ്റി ഉണ്ടല്ലോ, ഈ 720 റേഷ്യോയും കാണുമ്പോൾ പെട്ടെന്ന് അങ്ങനെ ചെയ്യാനുള്ള എബിലിറ്റി നിങ്ങൾ പ്രാക്ടീസിലൂടെ കൊണ്ടുവരണം. അതിന് നമ്മൾ കാൽക്കുലേഷനും മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസും ഒക്കെ നന്നായിട്ട് പഠിക്കണം. അതിനുവേണ്ടിയുള്ള ഒരു സെപ്പറേറ്റ് പരിപാടി ഇടാനുള്ള ഐഡിയ എനിക്ക് ഇന്ന് വന്നിട്ടുണ്ട്. അത് നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ ഇടും, കാൽക്കുലേഷനെ കുറിച്ച് ഉള്ളത്. അപ്പോൾ നിങ്ങൾ സ്റ്റേ ട്യൂൺഡ് ആയിട്ട് ഇരുന്നാൽ മതി. അടുത്ത ക്വസ്റ്റിനിൽ പോവാം.